Hey guys. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ആക്ച്വലി നമ്മൾ വീഡിയോ ആയിട്ട് വന്നേക്കണത്. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ യൂട്യൂബിൻ്റെ ചാനലിലായാലും നമുക്ക് ഒരുപാട് കമൻസും പിന്നെ മെസ്സേജസ് ആയിട്ടൊക്കെ വരാറുണ്ട്. ഞങ്ങൾ ഇനി കാനഡയിലോട്ട് തിരിച്ച് വരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ കൂടുതൽ നമുക്ക് വരാറുള്ളത്. അപ്പോൾ അതിന് ഒരു ഉത്തരമായിട്ടാണ് ആക്ച്വലി നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നേക്കണത്. അപ്പോൾ നമ്മൾ കാനഡ ഉപേക്ഷിച്ചോ എന്നുള്ള ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, നമ്മൾ ഉപേക്ഷിച്ചു. പക്ഷേ താൽക്കാലികമായിട്ടാണ് ഉപേക്ഷിച്ചത്. ടെമ്പററി ആയിട്ട് നമ്മൾ മാറി നിൽക്കുവാണ്. കാരണം പെർമനൻ്റ് ആയിട്ട് നമുക്ക് ഒരിക്കലും മാറി നിൽക്കാൻ പറ്റത്തില്ല. വേറെ ഒന്നുമല്ല, കാരണം ഞാനൊരു കനേഡിയൻ സിറ്റിസണായി മാറി. അതുപോലെ തന്നെ കൊച്ചു ചച്ചു അവളും അതുപോലെ തന്നെ കനേഡിയൻ സിറ്റിസൺ ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് PR ഉണ്ട്. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് PR കിട്ടിയത്. അതിന്റെ ജേർണി ഒക്കെ നിങ്ങൾ കണ്ടതുമാണ്. അതെ. അപ്പോൾ ഇത് ആക്ച്വലി നമ്മൾ പ്ലാനിങ് തുടങ്ങിയിട്ട് ആക്ച്വലി കുറേ നാളായി. എൻ്റെ മനസ്സിൽ ഓൾറെഡി പണ്ടേ തൊട്ട് പ്ലാനിങ് ഉണ്ട്. കാനഡയിൽ വന്നപ്പോൾ തൊട്ട് ആക്ച്വലി പ്ലാനിങ് ഉണ്ട്. ഇങ്ങനൊരു മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഇങ്ങനൊരു മൈഗ്രേഷൻ നമുക്ക് വേണമെന്നുള്ളൊരു പ്ലാനിങ് എൻ്റെ മനസ്സിൽ പണ്ടേ തൊട്ട് എനിക്കുണ്ട്. പക്ഷേ സ്വാതിയുടെ മനസ്സിൽ കുറച്ച് നാളായിട്ടാണ് ഇത് വന്നു തുടങ്ങിയത്. ഒരു കൊല്ലത്തിന് മുകളിൽ അല്ല, ഞാൻ എന്നോട്ട് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് വന്ന് പറഞ്ഞു തുടങ്ങി വന്നോട്ടാണ് സ്വാതി ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഞാൻ. പക്ഷെ എനിക്ക് അങ്ങനെ അത്രയും കാനഡ വിട്ടുപോരാനായിട്ട് അത്രയും അങ്ങനെ മനസ്സുകൊണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ പോകെ ഇപ്പൊ ഒരു 1 year ആയിട്ട് ഞാനും ഓക്കെ എന്നാ നമുക്ക് വിടാമെന്നുള്ള പ്ലാനിങ്ങിൽ നമ്മൾ രണ്ടുപേരും കൂടി അങ്ങ് എത്തി ലാസ്റ്റ്. അതെ. അപ്പോൾ ഇതിന് കൂടുതൽ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ കാനഡയിലെ ലൈഫും കാര്യങ്ങളും എല്ലാവരും നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഫുൾ എൻ്റെയർ ഈ വരുണ്ടേലും എൻ്റെയിലും നമ്മുടെ 10 വർഷത്തെ ജേർണി എടുത്ത് നോക്കുമ്പോൾ അത് വരും ചെന്നിട്ട് 10 വർഷമായി. ഞാൻ ചെന്നിട്ട് 10 വർഷമായി. ഇപ്പോൾ സ്വാതി 2019 വന്നതാണ്. അപ്പോൾ സ്വാതിയുടെ വന്നോട്ടുള്ള ജേർണി നമ്മൾ ടോട്ടലി കംപ്ലീറ്റ്ലി എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഇനിയും ടൈം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട എന്നുള്ളൊരു രീതിയിലോട്ട് നമ്മുടെ ചിന്തകൾ മാറി തുടങ്ങി. ഓൾറെഡി നമ്മുടെ ജീവിതത്തിലെ 10 വർഷം നമ്മള് അവിടെ ജീവിച്ചു. അപ്പൊ ഇനിയും കൂടുതൽ നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യേണ്ട കാര്യമില്ലെന്ന് തോന്നി. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത്. പിന്നെ വേറൊരു കാര്യവും കൂടെ ഉണ്ട്. നമ്മൾ ഇപ്പൊ തന്നെ മൂവ് ചെയ്യാൻ കാരണം ചച്ചു സ്കൂളിലേക്ക് ആവണേന് മുന്നേ മൂവ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം അവള് സ്കൂളിൽ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അവളെ പറിച്ചു നടുക എന്നുള്ളത് ഭയങ്കര പാടുള്ള പരിപാടിയായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ്. കാരണം ഇനിയിപ്പോ ഈ ഒരു ജൂണിനൊക്കെ ആവുമ്പോഴേക്കും 4 വയസ്സാവും. പിന്നെ 4 വയസ്സാവും പിന്നെ സ്കൂളിൽ ചേർന്ന ടൈമാവും. അപ്പൊ അതിന് മുമ്പ് എങ്ങനെയെങ്കിലും നമുക്ക് മൂവ് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ കയ്യിൽ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് എനിക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ടൈം കിട്ടി. ഞാൻ ട്രക്കിൽ പോണ നേരത്ത് നമ്മൾ വെറുതെ ഡ്രൈവിംഗ് അല്ലേ കംപ്ലീറ്റ്ലി. അപ്പോൾ ആ നേരത്ത് നമുക്ക് ഇതിനെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആലോചിക്കാനും ചിന്തിക്കാനും ഇതിൻ്റെ പ്ലാനിങ് നടത്താനും എല്ലാവരും അതിനുള്ള സമയവും കിട്ടി. അപ്പോൾ അതെ, ഇത് കുറച്ച് നാളായിട്ടുള്ള പ്ലാനിങ് ആണ്. പക്ഷേ എൻ്റെ ബേസിക്കലി ഉള്ളൊരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും കാനഡിയൻ സിറ്റിസൺഷിപ്പ് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഒന്നാമത് കാനഡയിൽ വന്ന് പഠിച്ചു. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി. അപ്പോൾ എന്തായാലും ആ പൈസ നമ്മൾ വെറുതെ വേസ്റ്റ് ആയി പോകരുത്. കാനഡ വിട്ടെന്ന് വെച്ചിട്ട് ആ പൈസ വേസ്റ്റ് ആയി പോകരുത്. ഇപ്പം എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാനഡയിലോട്ട് തിരിച്ചു പോകാം. വിസ റെസ്ട്രിക്ഷനും കാര്യങ്ങളൊന്നുമില്ല. ഏത് സമയത്തുള്ളിലും തിരിച്ചു പോകാം. ഞാൻ എപ്പോൾ പോയാലും ഞാൻ ഒരിക്കലും ഒരു ബിഗിനർ ആയിരിക്കില്ല. മനസ്സിലായില്ലേ? കാരണം ഞാൻ ഇത്രയും നാളവിടെ ജീവിച്ച് എനിക്ക് അവിടുത്തെ കാര്യങ്ങൾ രീതികളെല്ലാം എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകാം. അപ്പോൾ ഞങ്ങൾ ഇത് ബേസിക്കലി ഒരു ഗ്യാപ്പ് എടുത്തേക്കുവാണ്. കാരണം കാനഡയിലെ ലൈഫ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ പണ്ടത്തെ പോലെ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ അല്ല. അത് ഇപ്പം അങ്ങനത്തെ അങ്ങനത്തെ ഒരു അവസ്ഥയല്ല. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സർവൈവൽ ഡെസ്റ്റിനേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതെ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാനഡയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ അവരെടുത്ത തീരുമാനം നല്ലതായെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് നല്ലതായിരിക്കണം. ആ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടെയാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. അതിപ്പോൾ നമ്മൾ ഇപ്പോൾ കുറേ ആൾക്കാർ എന്താ പറയുക റിവേഴ്സ് മൈഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ PR അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ജസ്റ്റ് നമ്മുടെ ഒരു സെൽഫ് ഹാപ്പിനെസ്, ആ ഒറ്റൊരു റീസൺ കൊണ്ട് മാത്രമാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയത്. കാരണം ഭയങ്കര ഐസൊലേറ്റഡ് ആയുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. നമ്മൾ ഫാമിലിയിൽ നിന്നാണെങ്കിലും നമ്മൾ പാരൻസിൽ നിന്നാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലുള്ള റൂട്ട്സിൽ നിന്നാണെങ്കിലും എല്ലാത്തിൽ നിന്നും നമ്മൾ ഭയങ്കരമായിട്ട് ഐസൊലേറ്റഡ് ആയ പോലെ നമുക്കൊരു ഫീലിംഗ് വന്ന് അത് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഞങ്ങൾ
കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ചുള്ള പ്ലാനിങ് നടക്കുന്നത് കൊണ്ട് നമ്മൾ ആ രീതിക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കി നമ്മൾ ഇനി എന്തൊക്കെ ചെയ്യണം, നമുക്ക് ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ അതനുസരിച്ച് നമ്മുടെ ലൈഫ് എങ്ങനെ മാറ്റിയെടുക്കണം. അപ്പോൾ ആ രീതിക്ക് നമ്മൾ നമ്മുടെ ഒരു ലൈഫൊക്കെ മാറ്റിയെടുത്തു. അങ്ങനെ അവസാനം ഈ കഴിഞ്ഞ ഒക്ടോബർ 5-ാം തീയതി നമ്മൾ അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി. 7-ാം തീയതി ആയപ്പോഴേക്കും ഇവിടെ ലാൻഡ് ചെയ്തു. അതെ, ലാൻഡ് ചെയ്തിട്ട് ലിറ്ററലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് മാസങ്ങൾ നമ്മൾ കാനഡയെ പറ്റി ചിന്തിച്ചത് പോലുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വി വർ ടോട്ടലി ഹാപ്പി. ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞങ്ങൾ എന്താ പറയുക, നമുക്ക് വേറെ ടെൻഷനും കാര്യങ്ങളൊന്നുമില്ല. കാനഡയെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് റിഗ്രറ്റ് ഇല്ല. അതാണ് നമുക്ക് ഒരാൾക്ക് റിഗ്രറ്റ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര പാടായിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഇത്രയെങ്കിലും കാനഡയെ കുറിച്ച് ഇടക്കിടക്ക് ഓർക്കണത് ചച്ചുവാണ്. അവൾ ഇടക്കിടക്ക് ചോദിക്കും, നമ്മൾ എന്നാ കാനഡയിലേക്ക് തിരിച്ചു പോകണേ, ഇവിടെ വന്നിട്ട് കുറെ ആയല്ലോ, നമ്മൾ പോണില്ലേ, നമ്മളാണ് ഇടക്കിടക്ക് ചോദിക്കണത്. അപ്പൊ അത് ചോദിക്കണ കേൾക്കുമ്പോ നമ്മൾ വിചാരിക്കും ഇപ്പോഴേ വന്നത് നന്നായി. അവൾ അവിടെ ഒന്ന് സ്കൂളിലൊക്കെ പോയി ഇത്തിരി ഫ്രണ്ട്സൊക്കെ ആയി കഴിയുമ്പോൾ പിന്നെ അവൾക്ക് അവിടെ നിന്ന് വരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഹാപ്പിയാണ്. നമ്മൾ രണ്ടുപേരും കൂടെ കൂടിയെടുത്തൊരു തീരുമാനമായതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും ചിന്തിക്കണില്ല. നമ്മൾ രണ്ടുപേരും ഹാപ്പിയാണോ, ചച്ചു ഹാപ്പിയാണോ, അത്രയാണ് നമ്മൾ ചിന്തിക്കണുള്ളൂ. അപ്പൊ നമ്മൾ ഹാപ്പിയാണ്. പിന്നെ ഇപ്പം എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും, അപ്പോൾ ജോലിയും കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഞാൻ ട്രക്കിംഗ് ഫീൽഡിലായിരുന്നു. അപ്പോൾ എനിക്ക് ട്രക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ജോലിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലീവ് എടുക്കണമെങ്കിൽ നമുക്ക് ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഞാൻ വർക്കൗട്ട് ചെയ്തു, അല്ലാണ്ട് നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. എൻ്റെ അത് വേറെ നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ അങ്ങനെ ഇടേണ്ട കാര്യമൊന്നുമില്ല. സ്വാതിയുടെ കേസിലാണെങ്കിൽ സ്വാതി ഇപ്പോൾ വർക്ക് ഫ്രം ഹോമാണ്, അവിടുത്തെ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. അതെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ വലിയ ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല. നമ്മൾ യൂഷ്വലി കാനഡയിൽ നിന്ന് വരുമ്പോൾ നമ്മളൊരു 1 മാസം 1.5 മാസത്തേക്ക് ലീവിനൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും ടെൻഷനായിരിക്കും. അയ്യോ, നമുക്ക് എത്ര പെട്ടെന്ന് തിരിച്ച് ചെല്ലണം, അവിടുത്തെ റെൻറ്റ് കാര്യങ്ങൾ, പേയ്മെൻറ്റ്സ്, അത് അങ്ങനെ കുറേ ടെൻഷനുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ വക ടെൻഷനുകളൊന്നും നമുക്കിപ്പോൾ ഇല്ലാത്ത കാരണം നമ്മൾ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം വീട്ടിൽ നമുക്ക് വേറെ പേയ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല എക്സ്ട്രാ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ഒരു സ്ട്രെസ് ഫ്രീ ലൈഫ് ഇപ്പോൾ പതിയെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അതെ, അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്തിട്ടില്ല. പ്ലാനിങ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടില്ല. അത് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ട സ്റ്റേജിൽ എത്തിയിട്ടില്ല. കാരണം വേറെ ഒന്നുമില്ല, കാരണം എൻ്റെ കാലിൻ്റെ സർജറി കഴിഞ്ഞിരിക്കുന്ന കാരണം എനിക്ക് എന്തായാലും ഒരു ഈ 2-3 മന്ത്സ് അല്ലെങ്കിൽ 4 മന്ത്സോളം റെസ്റ്റ് പറഞ്ഞേക്കണമുണ്ട്. എനിക്ക് എന്താ പറയുക, കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ബേസിക്കലി ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പീഡിൽ ഓടാനും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എനിക്ക് ലിഗമെൻ്റ് സർജറി കൂടാതെ എനിക്ക് മെനിസ്കസിൻ്റെ ഒരു സർജറി നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഓടാനും പിടിക്കാനും ഒന്നും പറ്റത്തൊന്നുമില്ല. സ്പീഡിൽ നടക്കാനും ബസ്സിൽ കയറാനൊക്കെ എനിക്ക് കുറച്ച് ടഫാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കുറച്ച് പ്ലാനിങ് ഒക്കെ ഇങ്ങനെ കുറച്ച് വെച്ചേക്കുന്നതാണ്. എന്നാലും ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു 2-3 മാസത്തിനുള്ളിൽ നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യും. അതുവരെ നമുക്ക് നാട്ടിൽ ഇത്രയും നാൾ കാനഡയിൽ 10 കൊല്ലത്തോളം കാനഡയിൽ ജീവിച്ചു, കുറേ നാൾ അവിടെ കഷ്ടപ്പെട്ടു, ജോലിയൊക്കെ എടുത്തു. ഇനി കുറച്ച് നാൾ റെസ്റ്റ് എടുക്കട്ടെ. അതെ, റെസ്റ്റ് എടുക്കാനുള്ള ടൈമാണ്, റെസ്റ്റ് എടുക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഈ കാനഡ വിട്ടു, ഈ കനേഡിയൻ മല്ലു കപ്പിൾ എന്ന് പറയുന്ന ഞങ്ങൾ കാനഡ വിട്ടു. പേര് മാറ്റേണ്ട അവസ്ഥയാണ്. നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്ത് അപ്ഡേറ്റ്സും നമ്മൾ ഇത്തിരി ലേറ്റ് ആയാലും നമ്മൾ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ സമയത്തിന്റെ പരിമിതി മൂലമാണ് നമുക്ക് എഡിറ്റ് ചെയ്തിടാനും ഒക്കെ പറ്റാത്തത്. ഈ ഡിസിഷൻസ് ആക്ച്വലി എടുക്കാൻ അത്ര ഈസി ആയിരുന്നില്ല, അതെല്ലാവർക്കും അറിയാം. കാരണം ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മൾ ജീവിച്ചൊരു നാടാണ് കാനഡ. നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ലൈഫ് ടൈം ഫുള്ളവിടെ നമ്മൾ ജീവിക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ നമുക്ക് ഒരിക്കലും അത്ര ഈസി ഡിസിഷൻ ആയിരുന്നില്ല. കാരണം പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിൽ വന്നാലുള്ള ചോദ്യങ്ങൾ ഏതാണ് ഏറ്റവും വലുതുള്ളത്, എല്ലാവരും ചോദിക്കും. നമ്മൾ ഇത്രയും നാൾ നിന്ന് തുടങ്ങിയപ്പോൾ ഇപ്പോൾ ആക്ച്വലി വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് വരെ തോന്നി തുടങ്ങി ഞങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ ഇത്രയും നാൾ നിൽക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഒബ്വിയസ്ലി നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മുടെ ഫാമിലി റിലേറ്റീവ്സിനാണെങ്കിലും എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ചോദ്യം ഉണ്ടാവും. അപ്പോൾ ഇത് ബേസിക്കലി എല്ലാത്തിനും മെയിൻ റീസൺ ഞങ്ങളുടെ ഹാപ്പിനെസ് ആണ്. അപ്പം ഞങ്ങൾ എല്ലാ ചോദ്യങ്ങളും എല്ലാത്തിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഹാപ്പിനെസ് ആണ്. എല്ലാവർക്കും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് മറുപടി കൊടുക്കാൻ പറ്റില്ല. അൾട്ടിമേറ്റ്ലി നമ്മൾ നമ്മുടെ സന്തോഷം നോക്കുക, നമ്മൾ ഹാപ്പിയാണോ, നമ്മൾ രണ്ടുപേരും ഈ ഡിസിഷൻ എടുക്കാൻ നമ്മൾ രണ്ടുപേരും ഓക്കെ ആണോ, അത്രേ ഉള്ളൂ. ഈ മറ്റേ ആവേശം സിനിമയിൽ മറ്റേ അമ്മ ചോദിക്കണമല്ലോ, മോൻ ഹാപ്പിയാണോ, അത്രയും നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും
ഈ ഡിസിഷൻ ഓക്കെ ആയിരുന്നു. അതുകൊണ്ട് നമ്മളെടുത്തു. നമ്മളെടുക്കണ പോലെ എല്ലാവരും എടുക്കണമെന്നില്ല. എല്ലാവർക്കും നമ്മുടെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇതാവണമെന്നില്ല. പലർക്കും പല ഇപ്പം ഞങ്ങള് റിവേഴ്സ് മൈഗ്രേഷൻ എടുത്തുകൊണ്ട് എല്ലാവരും അങ്ങനെ എടുക്കണമെന്നില്ല. അങ്ങനെ ചിന്തിക്കാം, ഇവരവിടെ നിൽക്കണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് എന്താ അവിടെ നിന്നാ എന്ന് ചിന്തിക്കണവരും ഉണ്ട്. പക്ഷെ അവരുടെ അവസ്ഥയല്ല നമ്മുടെ അവസ്ഥയല്ല അവരുടെ. അപ്പം മറ്റുള്ളവരെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരങ്ങനെ ജീവിച്ചു പോകണ്ടല്ലോ, എന്നാ പിന്നെ നമുക്കും അങ്ങനെ പൊക്കൂടെ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. ഈ വീഡിയോ ബേസിക്കലി അതൊരു ജനറലൈസ് ചെയ്ത വീഡിയോ അല്ല, ഇത് ഞങ്ങളുടെ മാത്രം ഇതാണ്, ഞങ്ങളുടെ ഡിസിഷനാണ്. അപ്പൊ അതുകൊണ്ട് ഇത് എന്താ പറയാ, ഇത് നിങ്ങൾ എടുക്കാൻ വേണ്ടി ഞാൻ പ്രചോദനം തരുന്നതുമല്ല. മനസ്സിലായില്ല, ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. കാരണം ഞങ്ങളുടെ ലൈഫ് വേറെയാണ്, നിങ്ങളുടെ ലൈഫ് വേറെയാണ്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതെ, അത്രയൊക്കെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വലിച്ചു നീട്ടുന്നില്ല, ഇത് ഒരുപാട് വലിച്ചു നീട്ടി, ഇത്രയും വലിച്ചു നീട്ടരുത് എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷെ വലിച്ചു നീട്ടിപ്പോയി. അപ്പോൾ എന്തായാലും സാരമില്ല, നിങ്ങൾ കാണുക. ഇനി വരും ദിവസങ്ങളിൽ വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കമൻസും കാര്യങ്ങളും, നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുക, എന്താ വെച്ചാൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക. അപ്പോൾ അതിനുള്ള റിപ്ലൈ നമ്മൾ തരുന്നതായിരിക്കും, അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോ നമ്മൾ എന്തെങ്കിലും ഇടുന്നതായിരിക്കും. അതൊക്കെ നിങ്ങൾ പറഞ്ഞു തരാം, അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോസിൽ കാണുന്നത് വരെ ബൈ.